ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള സതീശന്റെ നീക്കം തടഞ്ഞ് കെ.സി. വേണുഗോപാൽ. കോൺഗ്രസ് അംഗങ്ങൾ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് പ്രഥമ സംഗമവും നിശ്ചയിച്ചു. രഹസ്യ നീക്കം ചോർന്നതോടെ കെ.പി.സി.സി ഇടപെട്ട് വിലക്കി. ഔദ്യോഗിക നേതൃത്വത്തിന്റെ അറിവോ അനുമതിയോ ഇല്ലെന്ന് കെ.പി.സി.സി. കോൺഗ്രസ് UDF അംഗങ്ങൾ പങ്കെടുക്കരുതെന്ന് DCC പ്രസിഡന്റുമാർക്ക് കത്ത്. നൃപൻ ചേരുന്നു. നൃപൻ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഷമ്മി, VD സതീശൻ വിഭാഗം നടത്തിയ നീക്കമാണ് KPCCയുടെ പ്രത്യേകിച്ച് KC വിഭാഗം നേതാക്കൾ തടഞ്ഞത്. സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നെയ്യാറ്റിൻകര സനലാണ് ഈ നീക്കം തടഞ്ഞുകൊണ്ട് കത്ത് നൽകിയത്. ഈ ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങളുടെ ഒരു യോഗം സംയുക്തമായി വിളിച്ചു ചേർക്കാൻ KPCC അറിയാതെ ഈ VD വിഭാഗം നേതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. അതനുസരിച്ച് ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രതിനിധികൾക്കും UDF അംഗങ്ങൾക്കും നിർദ്ദേശം പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നിർദ്ദേശം നൽകി. ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി VD സതീശൻ്റെ അനുകൂലികളാണ്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലും ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും രഹസ്യമായ യോഗം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്തും ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പ് സമാനമായൊരു യോഗം ചേർന്നു. മാധ്യമങ്ങൾക്ക് ഇത് ചോർന്ന് കിട്ടി. അവിടെ പോയപ്പോഴേക്കും കൈരളി അടക്കം അവിടെ എത്തിയിരുന്നു. അപ്പോഴേക്കും പറഞ്ഞത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട സമരം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധിയെ വിളിച്ചു ചേർക്കുകയാണ് എന്നതാണ് ആ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ചില നേതാക്കൾ മാധ്യമ പ്രവർത്തകരെ അറിയിച്ച് മടക്കിവിട്ടത്. യഥാർത്ഥത്തിൽ വസ്തുത അതല്ല. ഇങ്ങനെ ചില ഗ്രൂപ്പ് നേതാക്കൾക്ക് നേതൃത്വം നൽകി തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഗ്രൂപ്പ് യോഗമാണ് VD സതീശൻ ഗ്യാങ് നടത്തുന്നത് എന്ന ആരോപണം KC വിഭാഗത്തിന് നേരത്തെ തന്നെ ഉള്ളതാണ്. ഇത് സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. 5-ാം തീയതിയാണ് സംസ്ഥാനത്ത് ഇങ്ങനൊരു ക്യാമ്പ് സംസ്ഥാന തലത്തിലൊരു യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചു. ഇതനുസരിച്ചുള്ള ബ്രോഷറും വാട്സപ്പ് സന്ദേശങ്ങളും എല്ലാവർക്കും വിതരണം ചെയ്തു. ഇതിനുശേഷമാണ് KPCC ഈ വിവരം അറിയുന്നത്. തുടർന്ന് KPCC തന്നെ ഇറക്കിയ നിർദ്ദേശം അടങ്ങിയ സർക്കുലർ ഇങ്ങനെയാണ്: പ്രിയ സുഹൃത്തെ, UDFൻ്റെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ അനുമതി ഇല്ലാതെ ചില ആളുകൾ സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം യോഗങ്ങൾ യാതൊരു കാരണവശാലും UDF കോൺഗ്രസ് അംഗങ്ങൾ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശിക്കുന്നു. നെയ്യാറ്റിൻകര സനൽ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. എല്ലാ DCC പ്രസിഡന്റുമാർക്കും ഇങ്ങനൊരു കത്ത് അദ്ദേഹം അയക്കുകയായിരുന്നു. ഈ കത്ത് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം മാറ്റിവെച്ചു. യോഗം മാറ്റിയ ശേഷം വാട്സപ്പിൽ തന്നെ ഇവരുണ്ടാക്കിയ ഗ്രൂപ്പിൽ വന്ന നിർദ്ദേശം എന്ന് പറയുന്നത് മഴക്കെടുതി കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ യോഗത്തിൽ എത്താൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഈ യോഗം മാറ്റിവെക്കുന്നു എന്ന അറിയിപ്പും തുടർന്നുണ്ടായി. പക്ഷേ അങ്ങനെയല്ല. ഈ സംഘടന പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനം നേരത്തെ തന്നെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജില്ലകളിലും ഇങ്ങനെയുള്ള രഹസ്യ യോഗം ചേരുന്നത്. മുൻപാണെങ്കിൽ യോഗം ചേരുന്നത് പാർട്ടിയുടെ ഘടകങ്ങളിലുള്ള നേതാക്കളായിരിക്കും. ഇപ്പോൾ അത് യോഗം ചേർന്നാൽ അത് ചോർന്ന് പുറത്തറിയും എന്ന് മനസ്സിലാക്കിയ ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ വിളിച്ചു ചേർക്കുക. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളെയും ചുമതലക്കാരെയും വിളിച്ചു ചേർക്കുക. ആ വിളിച്ച യോഗത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ യോഗത്തെ സംബന്ധിച്ച വിവരങ്ങൾ ചോർന്ന് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തന്ത്രം സ്വീകരിക്കുക. അതായത് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു യോഗം ശാസ്തമംഗലത്ത് ഒരു നേതാവിൻ്റെ വീട്ടിൽ വെച്ച് ചേരുകയുണ്ടായി. അവിടെ നേതാക്കൾ ഒത്തുകൂടുന്നു എന്നറിഞ്ഞ് കൈരളി വാർത്താ സംഘം അടക്കം 2 ആഴ്ച മുമ്പ് അവിടെ പോയതാണ്. അപ്പോൾ പുറത്തിറങ്ങി വന്ന നേതാക്കൾ പറഞ്ഞത് ഇത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട സമരം ആലോചിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ KPCCയുമായി അത്തരം കാര്യങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ അങ്ങനെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി പ്രത്യേക നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആർക്കും KPCC നിർദ്ദേശം നൽകിയിട്ടുമില്ല എന്നതാണ്. ഈ സംഘടന പിടിച്ചടക്കാൻ മുഖ്യമന്ത്രി പദത്തിൽ വന്ന ശേഷം പാർട്ടി കൂടി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിലും മറ്റ് ഭാരവാഹികളെ തീരുമാനിക്കുന്ന കാര്യത്തിലും VD സതീശ വിഭാഗം നേതാക്കൾ നേരിട്ട് ഇടപെടുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം രഹസ്യമായി പാർട്ടിയുടെ അംഗീകാരമില്ലാതെ നേതൃത്വം അറിയാതെ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചതും പാർട്ടി നേതൃത്വം ഇടപെട്ട് അത് തടഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. ഷമ്മി, ഇത്തരത്തിൽ ഈ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിലൂടെ എന്താണ് VD സതീശൻ പക്ഷം ലക്ഷ്യമിടുന്നത്? നിർബൻ,
തീർച്ചയായും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ വച്ച് പാർട്ടിയുടെ പ്രാദേശിക താഴെ തട്ടുവരെയുള്ള സംഘടനാ സംവിധാനങ്ങളെ ശൃംഖല കെട്ടിപ്പടുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. നേരിട്ട് പഴയതുപോലെ പാർട്ടി യോഗങ്ങൾ, രഹസ്യ യോഗങ്ങൾ വിളിക്കാനാകില്ല. ഇങ്ങനെ വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി എന്ന അധികാരവും അതിൽ സ്വാഭാവികമായും ഈ ബന്ധം ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഡർഷിപ്പിനായിരിക്കും. അത് പരമാവധി സമ്മർദ്ദത്തിലാക്കി തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളെ ഒപ്പം കൂട്ടി തുടർന്ന് പ്രാദേശികമായി പാർട്ടിയും കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ഭരണം വച്ചുള്ള തന്ത്രമായിരിക്കും സ്വാഭാവികമായി നടത്തുക. ഇത് പാർട്ടിയുടെ അറിവോടുകൂടിയല്ല. അത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ യോഗത്തെ അത് ഔദ്യോഗികമായി വിളിക്കുക, അത് ഗ്രൂപ്പ് യോഗം അല്ല എന്ന് പുറത്തു പറയുക. എന്നാൽ ഇവർക്ക് നൽകുന്ന ചുമതലയൊക്കെ തന്നെ പ്രാദേശികമായി വികസനവുമായി ബന്ധപ്പെട്ട ഫണ്ട് വീതം വയ്ക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കാമെന്ന് പറയുക, അത് കൂടെ ചേർന്ന് നിൽക്കുക എന്ന് പറയുക. അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാര ശൃംഖല കൂടുതൽ വ്യാപിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അധികാരം പിടിക്കുക എന്ന തന്ത്രമാണ് BD ക്യാമ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജില്ലകളിൽ ഓരോ നേതാക്കൾക്കും ഇതിന് സംബന്ധിച്ച ചുമതല നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇങ്ങനെ ചുമതല നൽകിയ 2 നേതാക്കളാണ് രഹസ്യമായി യോഗം ചേർന്നത്. അത് സംബന്ധിച്ച് അവർ ഇങ്ങനൊരു യോഗമല്ല എന്ന് നമ്മളോട് വ്യക്തിപരമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആ നേതാക്കളുടെ പേര് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നില്ല. എന്നാൽ തുടർന്ന് നേതാക്കളുടെ അഭിപ്രായം തേടിയ ശേഷം KPCCയുടെ അഭിപ്രായം നമ്മൾ തേടിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു യോഗം വിളിക്കാൻ ഈ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചത്. ഇങ്ങനെ സമാനമായി നമ്മൾ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ മഴക്കെടുതി ആരംഭിക്കുന്നതിന് മുമ്പ്, കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് സമാനമായി വിവിധ ജില്ലകളിൽ കൊല്ലത്തും പത്തനംതിട്ടയിലും ഒപ്പം തന്നെ കോട്ടയത്തും അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ യോഗങ്ങൾ രഹസ്യമായി ചേർന്നിട്ടുണ്ട്. ഇത് സംഘടന പിടിച്ചടക്കാനുള്ള നീക്കമാണ്, പാർട്ടി അറിയാതെ എന്ന അറിവാണ് KC വിഭാഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് KC വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള KC വേണുഗോപാലിൻ്റെ അടുത്ത സന്തത സഹചാരിയായിട്ടുള്ള നെയ്യാറ്റിങ്കര സെല്ലാണ് KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഉടൻ തന്നെ സർക്കുലർ പുറത്തിറക്കിയത്. ഷമ്മി, തീർച്ചയായും കോൺഗ്രസിൽ ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനത്തിന് തുടക്കമിടാനുള്ള നീക്കത്തെ, VD സതീശൻ പക്ഷത്തിൻ്റെ നീക്കത്തെ KC വേണുഗോപാൽ പക്ഷം വെട്ടിയിരിക്കുന്നു. നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത്.